ടി വി പ്രസാദ്, ഈ രേഖകളിൽ തൂങ്ങിയുള്ള ഒരു അന്വേഷണം അതായിരിക്കുമോ ഇനി പത്മകുമാറിലേക്ക് നീങ്ങുമ്പോൾ ഉപയോഗപ്പെടുത്തുക? ഉറപ്പായും ഇതേറെ പ്രധാനമാണ് സുജിയ. ഈ വിഷയത്തിൽ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഡി സുധീഷ് കുമാറാണ് ഈ ഫയൽ ഓപ്പൺ ചെയ്തത്. ഡി സുധീഷ് കുമാർ 16/2/2019, അതായത് 2019 ഫെബ്രുവരി മാസം 16-ാം തീയതി കൊടുത്ത ആ ഫയൽ പ്രകാരം അത് ചെമ്പ് എന്നുള്ളതിൽ ബ്രാക്കറ്റിൽ സ്വർണം പൊതിഞ്ഞത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്നാണ് ഫയൽ നേരെ അന്നത്തെ ദേവസ്വം കമ്മീഷണറായ എൻ വാസുവിന്റെ കയ്യിലേക്ക് പോകുന്നത്. എൻ വാസുവിന്റെ കയ്യിൽ ഈ ഫയൽ എത്തിയതോടുകൂടി 2029 മാർച്ച് മാസം 6-ാം തീയതി ആ ദേവസ്വം ബോർഡിലേക്ക് കൊടുത്ത നിർദ്ദേശം, അതായത് ദേവസ്വം സെക്രട്ടറിക്ക് കൊടുത്ത നിർദ്ദേശത്തിലെ ഫയൽ നോട്ടിലുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. അതായത് അവിടെ സ്വർണം പൊതിഞ്ഞത് എന്നുള്ളത് മാറ്റി പകരം ചെമ്പ് എന്ന് മാത്രമാക്കി മാറ്റിയിരിക്കുന്നു. അതായത് CPIM-ന്റെ സന്തത സഹചാരിയും മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും നേരത്തെ CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഇതേ എൻ വാസു തന്നെയാണ് ശബരിമലയിലെ സ്വർണം അത് ചെമ്പാക്കി മാറ്റാനുള്ള രേഖകളിൽ മാറ്റം വരുത്തിയത് എന്നുള്ള അതിന്റെ സംസാരിക്കുന്ന തെളിവുകളാണ്, രേഖകളാണ് ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ഈ രേഖയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനം. ഇനിയിപ്പോൾ എൻ വാസു എന്തൊക്കെ നിഷേധിച്ചാലും ഇത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകളിലും അതുപോലെ തന്നെ ഫയൽ നോട്ടുകളിലും എല്ലാം അടങ്ങിയിരിക്കുന്നത് ദേവസ്വം കമ്മീഷണറായിരിക്കെ എൻ വാസുവിന്റെ ഈ ഫയൽ നോട്ടാണ്, ഈ തീരുമാനമാണ് പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുന്നിലേക്ക് പോയി ചെമ്പുപാളികളിൽ സ്വർണം പൂശാൻ എന്ന തീരുമാനത്തിലേക്ക് മാറുന്നത്. ആ ചെമ്പുപാളികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത് യഥേഷ്ടം ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കാനുള്ള അവസരം നൽകിയത് എന്നുള്ളതാണ് ഇതിന്റെ രത്ന ചുരുക്കം. സുജയ. ഓക്കെ പ്രസാദ്, ആർ റോഷിപാൽ കൂടി നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. പ്രതിപക്ഷം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് അടക്കം നമ്മൾ കണ്ടു. KC വേണുഗോപാൽ അടക്കം നടത്തിയ പ്രസ്താവനകൾ, അതിൽ നിന്ന് ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കടക്കം ആയുധമാക്കുന്നതിന് കൃത്യമായി സാധിക്കുന്നു അവർക്കെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സുജയ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലായതോടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ആരോപണം ഉന്നയിച്ച സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി തന്നെയാണ് പ്രചാരണം സജീവമാക്കുക. വീട് കയറിയുള്ള പ്രചാരണത്തിൽ ശബരിമല വിഷയം തന്നെ ഉന്നയിക്കും. കാരണം അത് വൈകാരികമായി വിശ്വാസികൾ എടുക്കും. UDF-ന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. രണ്ടാം ഘട്ട സമരം എന്ന നിലയിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് KPCC നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മുൻ ദേവസ്വം മന്ത്രിമാർക്കെതിരെ അടക്കം ഗുരുതര ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത്. വാസുവിൽ ഒതുങ്ങില്ല ഈ തട്ടിപ്പ്, വാസുവിന് സംരക്ഷണം നൽകുന്ന ആളെ കൂടി പുറത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിൽ കൂടി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KPCC ആലോചിക്കുന്നത്. സുജയ. ഓക്കെ, ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.